ഫ്രണ്ട്സ്, ISL തുടങ്ങിയിട്ട് ഇപ്പം ഫസ്റ്റ് മാച്ചൊക്കെ കഴിഞ്ഞു. അന്നേരം അതിൽ ഒത്തിരി ജയങ്ങളും തോൽവികളും സമനിലകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഗോൾ സമനിലകൾ, ഡ്രോ, അങ്ങനെയുള്ള എല്ലാം. പക്ഷേങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആയാലും 2 മത്സരങ്ങൾ കളിച്ചു, 2 മത്സരങ്ങളും തോറ്റു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് 2 മത്സരങ്ങളാണ് കളിച്ചത്. കളിച്ച 2 മത്സരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. നിസ്സംശയം അത് രേഖപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. പുതിയ കോച്ച് വന്നു, പുതിയ പ്ലേയേഴ്സ് വന്നു, എന്നിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മാറ്റം ഉണ്ടാകാനോ അല്ലെങ്കിൽ ആ ഒരു പോയ താളം കണ്ടുപിടിക്കാനൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കായാലും എല്ലാം വളരെ സങ്കടം നിറഞ്ഞ ഒരു ദിവസങ്ങൾ തന്നെയായിരുന്നു അത്. കൊച്ചി വെച്ച് തന്നെ ആയാലും തോറ്റു. ATK ആയിട്ട് 2-0 തോറ്റു. പിന്നെ നോർത്ത് ഈസ്റ്റുമായിട്ടാണോ അല്ല, ഒരു ടീം ഞാൻ ഓർക്കുന്നില്ല, അവരുമായിട്ട് 1-0 അവരുമായിട്ട് മുംബൈ ആയിട്ട് 1-0 തോറ്റു. വളരെ മോശകരം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഫ്രണ്ട്സ്. ഇനി അടുത്തത് ബംഗളൂരു FC ആണ്. അവർ 2 മത്സരം കളിച്ചു. 2-0 ഫസ്റ്റ് മാച്ച് ജയിച്ചു. ഹൈദരാബാദുമായിട്ട് ഫസ്റ്റ് മാച്ച് 2-0 ജയിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നോർത്ത് ഈസ്റ്റുമായിട്ട് 1-1 സമനിലയായി ബംഗളൂരു ഒരു ജയം ഒരു തോൽവി, അല്ല ഒരു ജയം ഒരു സമനില എന്ന രീതിയിലാണ് ബംഗളൂരു നിൽക്കുന്നത്. അന്നേരം ബംഗളൂരിന് വിഷയമില്ല. പിന്നെ ATK ആയാലും അവരെല്ലാം ജയങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ വളരെ സങ്കടകരമാണ് എന്ന് തന്നെ പറയാൻ കഴിയും. അന്നേരം ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസിനായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിനായാലും താരങ്ങൾക്കായാലും എല്ലാം ഒരു ട്രാക്ക് കണ്ടെത്താൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അടുത്ത മത്സരങ്ങൾ കളിക്കുമ്പോഴായാലും ഒക്കെയും ഒരു ജയത്തോടെ തുടങ്ങാൻ കഴിയട്ടെ. അടുത്ത മത്സരങ്ങളൊക്കെ നല്ലോണം ജയിക്കട്ടെ എന്ന് തന്നെ പറയാം. അന്നേരം അടുത്ത മത്സരങ്ങളുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. ഓക്കെ.